നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. ഒരു മഴ പെയ്തതോടെ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടിൽ വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. കോഴിക്കോട് തൃശൂർ പാതയിൽ വെന്നിയൂരിനെയും പൂക്കിപ്പറമ്പിനുമിടയിലും കൂര്യാട് തലപ്പാറ ഭാഗങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇത് വാഹനയാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിച്ചത്. പുതിയ ഹൈവേ റോഡാട്ടോ, പുതിയ ഹൈവേ റോഡാണ്. മുട്ടിനിലേറെ വെള്ളം. പുതിയ ഹൈവേ റോഡാണ്, പൂക്കിപ്പറമ്പ് ഹൈവേ. ഓവർ ബ്രിഡ്ജുള്ള ഭാഗങ്ങളിലും മറ്റും വെള്ളം നിറഞ്ഞതിനാൽ വാഹനങ്ങൾക്ക് അതുവഴി പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ട് കാരണം 6ഓളം വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കേരളത്തിൽ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും വലിയ വെള്ളക്കെട്ടാണെങ്കിൽ മഴ തുടർന്നാൽ പൊതുജനങ്ങൾ യാത്രാ ദുരിതം നേരിടേണ്ടി വരും. അതിനാൽ തന്നെ ഉടനടി ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ വാഹനാപകട നിവാരണ സമിതി ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹീം പൂക്കത്ത് നാഷണൽ ഹൈവേ ഡയറക്ടർക്ക് പരാതി നൽകി. വാഹനങ്ങൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ റോഡിലൂടെ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ പലരും തള്ളിയാണ് വെള്ളക്കെട്ടിനപ്പുറം എത്തിച്ചത്. പല വാഹനങ്ങളും കേടുപാടുകൾ സംഭവിച്ച് നിൽക്കുകയും ചെയ്തു. റോഡിലിനി വെള്ളക്കെട്ട് മറികടക്കുവാൻ തോണി ഇറക്കേണ്ടി വരുമോയെന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.